കോൺഗ്രസ് വിജയിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ EVM-നെ കുറ്റം പറയില്ല. മറിച്ച് തിരഞ്ഞെടുപ്പിൽ തോൽവികൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളാകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരി വിവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യും. ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന ഈ ഒരു പ്രവണതയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് BJP IT സെൽ മേധാവിയായ അമിത് മാളവിയ രംഗത്ത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കേരള തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ബീഹാറിൽ ഉൾപ്പെടെ തന്നെ കോൺഗ്രസ് തോറ്റു തുന്നം പാടി. എന്നാൽ കേരളത്തിൽ വിജയിക്കാൻ സാധിച്ചത് പാർട്ടിയുടെ നല്ല പ്രവർത്തനം കൊണ്ടാണ് എന്നും ജനങ്ങൾ ഒരു ഭരണമാറ്റം അംഗീകരിച്ചതുകൊണ്ടാണ് എന്നാണ് അവർ അവിടെ വിശ്വസിക്കുന്നത്. എന്നാൽ സത്യാവസ്ഥ മറിച്ചാണ് എന്ന് ഇവിടെ ജനം മറ്റൊന്നാണ് ആഗ്രഹിച്ചതെന്നും അവിടെ തെളിയുകയാണ് ഉണ്ടായത്. ഇടതു പാർട്ടിയുടെ അഴിമതി ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാകാം അവർ ഇത്തരത്തിൽ ഒരു ഭരണം തിരഞ്ഞെടുത്തതെന്നും അനുമാനിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഒപ്പത്തിനൊപ്പം തന്നെ BJP ആകട്ടെ പുറകെ തന്നെ UDF-ന് LDF-ന്റെയും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം. കാരണം ഇപ്പോൾ തലസ്ഥാനം BJP-യുടെ ഭരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ BJP കേരളം ഭരിക്കുമെന്നത് തന്നെയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല ആദ്യം തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ BJP-ക്ക് സാധിച്ചു. ഇപ്പോൾ തലസ്ഥാനത്ത് മൊത്തമായി തന്നെ ഭരണം പിടിക്കാനും BJP-ക്ക് സാധിച്ചിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 കൂടി തന്നെ BJP ഭരണം മൊത്തത്തിൽ കേരളമാകെ തന്നെ കാണാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസ് ആകട്ടെ എപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പുകളിലെ വിജയം ആഘോഷിക്കുകയും എന്നാൽ പരാജയങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെയും മറ്റു പാർട്ടികൾക്കെതിരെയും പ്രത്യേകിച്ച് BJP-ക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. എന്നാൽ ഇത്തവണയാകട്ടെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ ഒരു വാക്കുപോലും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം അവരുടെ പ്രവർത്തനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് എന്ന് പറയുകയല്ലാതെ അവർ വീണ്ടും ഒരു റീകൗണ്ടിങ്ങിനോ അല്ലെങ്കിൽ EVM-നെ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. കോൺഗ്രസിന് വോട്ട് ചോരി ആരോപണത്തിനെതിരെ കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ആയുധമാക്കിക്കൊണ്ടായിരുന്നു BJP ഇതിനെതിരെ തിരിച്ചടിച്ച് രംഗത്ത് വന്നത്. ഫലം അനുകൂലമല്ലാതായപ്പോഴെല്ലാം തന്നെ EVM-നെ കുറ്റം പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്നും ഫലം അനുകൂലമായപ്പോൾ രാഹുൽ ആകട്ടെ സ്വീകരിക്കുന്നുവെന്നും ഈ ഒരു രീതിയിലേക്ക് എത്തി നിൽക്കുന്നുവെന്നും BJP വക്താവ് അമിത് മാളവിയ ഇവിടെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇരട്ടത്താപ്പ് ജനാധിപത്യത്തെ ദുർബലമാക്കുമെന്നും സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാകുന്നുവെന്നും BJP പറഞ്ഞു. ഒഴിവ് കഴിവുകളല്ല, തോൽവിയും അംഗീകരിക്കുന്ന നേതാക്കളെയാണ് ജനാധിപത്യത്തിന് വേണ്ടത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഗൗരവമായ പുനർവിചിന്തനം ചെയ്യണമെന്നും അമിത് മാളവിയ പറയുകയും ചെയ്തു. UDF നേടിയ വിജയത്തെ ആഘോഷമാക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉൾപ്പെടെ തന്നെ ഉയർത്തിയായിരുന്നു BJP തിരിച്ചടിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം എതിരാകുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റം പറയുകയാണ് ചെയ്യുന്നതും ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്യുന്നു. വോട്ട് ചോരി ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നാൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു മടിയും കൂടാതെ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നതാണ് അമിത് മാളവിയുടെ പോസ്റ്റ്. ഒരു തിരഞ്ഞെടുപ്പ് ഫലം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാതെ വരുമ്പോഴെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. EVM-ങ്ങളെ കുറ്റപ്പെടുത്തുന്നു, വോട്ട് ചോരി എന്ന് ആരോപിക്കുകയും സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാൻ മുതിരുകയും എന്നാൽ വിജയങ്ങൾ വരുമ്പോൾ അതേ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു മടിയും കൂടാതെ തന്നെ സ്വീകരിക്കുന്നു. പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു സംവിധാനത്തിന് കീഴിൽ നിങ്ങൾക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ ഈ വിജയങ്ങൾ ആഘോഷമാക്കുമ്പോൾ നിങ്ങൾ തോൽക്കുമ്പോൾ അതേ സംവിധാനത്തെ അപമാനിക്കാൻ മുതിരരുത്. ഇത്തരം സംവിധാനം ജനാധിപത്യത്തെ ദുർബലമാക്കുകയും പൊതുജന വിശ്വാസം നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ബദലാകാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്ഥിരതയും ഉത്തരവാദിത്വവും കാണിക്കണം. തെളിവുകളില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ സമഗ്രതയെയും ജനാധിപത്യ ധാർമ്മികതയെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. ഒരു തോൽവിയെക്കുറിച്ചോ ഒരു പാർട്ടിയെക്കുറിച്ചോ അല്ല പറയുന്നത്. രാഷ്ട്രീയ ആത്മപരിശോധന എന്നിവ ആവശ്യമാണ്. പരാജയപ്പെടുമ്പോഴും ജനാധിപത്യ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുന്ന നേതൃത്വമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ അമിത് മാളവിയുടെ പ്രതികരണത്തിനെതിരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് EVM-നെ അവർ ആശ്രയിക്കുന്നതെന്നും ചലഞ്ച് കണക്കിലെടുത്തുകൊണ്ട് അവർ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയാത്തത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് വീണ്ടും ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതാണിപ്പോൾ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിനുണ്ടായിരിക്കുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.